ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായർസ് ട്രാവൽ വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ വീണ്ടും ഇന്നും ഫോർട്ട് കൊച്ചിയിൽ തന്നെയാണ്. ഞാൻ വേഷമൊക്കെ മാറി ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്നു. ഇത് വൈകുന്നേരം കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. കുമ്പളങ്ങി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം. ബ്യൂട്ടിഫുൾ ലൊക്കേഷനാണ്. അവിടെ ഒരു വരമ്പ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ഉണ്ട്. അത് വള്ളത്തിൽ കയറിയാണ് പോകേണ്ടത്. വള്ളമൊക്കെ അവർ തന്നെ അറേഞ്ച് ചെയ്യും. നമ്മളവിടെ ചെന്നാൽ മതി. ഇപ്പോൾ ലൊക്കേഷനൊക്കെ കിട്ടിയിട്ടുണ്ട്, അവിടെ പോകാം. പറ്റുമെങ്കിൽ രാത്രി കവരെന്ന് പറഞ്ഞിട്ടൊരു ബ്ലൂ കളറിൽ വാട്ടറിൽ ബ്ലൂ കളർ കാണുന്നൊരു പ്രതിഭാസമുണ്ട്. അതിൻ്റെ ഒരു സീസണാണിത്. എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ. എന്തായാലും ഇതൊക്കെ നടക്കുമെന്ന് വിചാരിക്കുന്നു. തുടങ്ങാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ കുമ്പളങ്ങി വരമ്പെന്ന് പറഞ്ഞ് ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ എത്താനായിട്ട്. കുമ്പളങ്ങിയുടെ പ്രത്യേകത ഉണ്ടല്ലോ, ഇങ്ങനെ വെള്ളം ചുറ്റുകൂടി ചുറ്റും. ഇവിടെയൊക്കെ മീൻ കൃഷിയാണ് ഭയങ്കരമായിട്ട്. കാറ് പാർക്ക് ചെയ്ത് അവർ പറഞ്ഞ് അവരുടെ ഒരു പാർക്കിംഗ് ഉണ്ട് വരമ്പിൻ്റെ, അവിടെ പാർക്ക് ചെയ്തു. നോക്കൂ, സൺ സെറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ. ഇപ്പോൾ സമയം 6:20. ഓക്കെ, ഒരു 10-15 മിനിറ്റിൽ സൺസെറ്റ് ഉണ്ടാകും. പക്ഷേ അതിന് മുന്നേ നമുക്ക് വള്ളത്തിൽ കയറി പോകണം. അപ്പോൾ കുറച്ചൊന്ന് നടക്കണം. അപ്പോൾ അവർ വള്ളമായിട്ട് വരും. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. ഇത് ഭംഗിയുള്ള കാഴ്ച നോക്ക്, എന്ത് സീനിക്കല്ലേ. നടന്നു തുടങ്ങാം. യെസ്, സ്മിലു. ഓക്കെ. ഇതാണ് വരമ്പിൻ്റെ ഓണേഴ്സാണ് ഇവരെല്ലാം. ഹസ്ബൻഡ് വൈഫ് ടീമാണ്. അച്ഛനമ്മ എല്ലാവരും ഉണ്ട് തോന്നുന്നു. എല്ലാവരും ഫാമിലി ബിസിനസ്. പിന്നെ ഇവിടെ നമ്മൾ വള്ളത്തിൽ പോകും. അച്ഛനാ കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇതാ ഇതിലാ പോകുന്നത് നമ്മൾ ഈ വെള്ളം ആണല്ലേ. ആ, പിന്നെ കുഴപ്പമില്ല, അതുകൊണ്ട് മറിയത്തൊന്നും ഇല്ല. എനിക്ക് നീന്താൻ അറിയില്ലല്ലോ. ഓ, നമസ്കാരം. അയ്യോ, സ്മീലുൻ്റെ അച്ഛനാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, ആണല്ലേ. ഓക്കെ, ധൈര്യമായിട്ട് ചവിട്ടുന്നു. ഓക്കെ, ഓക്കെ. ഓ യെസ്, താങ്ക് യു. വള്ളത്തേൽ പോവാണ്. വരമ്പെന്ന് പറയുന്നത് ഒരു ഹോം വീട്ടുകാരെല്ലാം കൂടി നടത്തുന്ന ഒരു റെസ്റ്റോറൻറ്റ്. കുറേ സെലിബ്രിറ്റീസൊക്കെ വരാറുണ്ടല്ലേ. മഞ്ജു വാര്യറൊക്കെ വന്നിരുന്നു. പിന്നെ ലാൽ സാർ. ഓക്കെ, പിന്നെ ഈ കഴിഞ്ഞ ദിവസം ആക്ട്രസ് ബാമ. ഓക്കെ, അറിഞ്ഞറിഞ്ഞ ആൾക്കാർ വരുമല്ലേ. അപ്പോൾ നേരത്തെ അപ്പോയിൻമെന്റ് എടുത്തല്ലേ പറ്റുള്ളൂ അല്ലേ? അങ്ങനെയായിരുന്നു. പക്ഷേ ഈ കവര് ടൈം ആയതുകൊണ്ട് ഒരുപാട് പേര് അല്ലാണ്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു പ്രീ ബുക്കിംഗ് എന്നുള്ളൊരു സിസ്റ്റം പറ്റുന്നില്ല. ഓക്കെ, അത് കൊള്ളാം. അപ്പം നമ്മൾക്ക് അതുകൊണ്ട് വരാൻ പറ്റി. ഓക്കെ. ഓ, ഇപ്പോൾ കറക്റ്റ് ടൈമിങ് കേട്ടോ, പറഞ്ഞ സമയം കറക്റ്റ്. ഇപ്പോഴത്തെ സൺസെറ്റ് ആവാൻ പോണേ ഉള്ളൂ. നല്ല മനോഹരമായ ഒരു ആംബിയൻസ് ആണ് ഇപ്പോൾ. ബ്യൂട്ടിഫുൾ. ഇതൊക്കെ താഴ്ച ഉണ്ടാവുന്നല്ലേ ഇവിടെ? പല സ്ഥലത്ത് പല രീതിയിലാണ്. ഓഹോ. അല്ലാണ്ട് ബോട്ടിംഗ് ഒക്കെ ഉണ്ട് അവിടെ. വേറെ ഒരു ഹോം സ്റ്റേന്ന് സൺസെറ്റ് കാണിക്കാൻ. ഓക്കെ, അതാണ് നമ്മൾ നടന്നു വന്നപ്പോൾ കണ്ടുകൊണ്ട് വന്നത്. വെരി നൈസ്. അപ്പോൾ സൺസെറ്റ് വേണമെങ്കിൽ ഇവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കാം. സൺസെറ്റ് കഴിഞ്ഞിട്ട് പോകാം. പക്ഷേ വേണ്ട, നമുക്ക് ആ സൺസെറ്റിനോട് കൂടി തന്നെ പോകാം. ഇത് നിമിഷങ്ങൾ കൊണ്ട് ഇപ്പോൾ താഴെ പോകും. പിന്നില്ല, അതെ. അപ്പോൾ പിന്നെ ലൈറ്റ് പോകും നന്നായിട്ട്. വേണ്ട, നമുക്ക് പോകാം. ഇവിടെ അടുത്ത് തന്നെയാണ്, കുറച്ച് ദൂരം പോയാൽ മതി. ഓക്കെ, അപ്പോൾ വെളിയിൽ നിന്നുള്ളൊരു ആംബിയൻസ് കാണാമല്ലോ. വേറെ ഡ്രസ്സ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? നമുക്ക് സാരിയിൽ കയാക്കിങ് പേടി. അതിൽ പോയാലും പിന്നെ വള്ളമുണ്ട്. കയാക്കിങ് അല്ല പറഞ്ഞു. കയാക്കിങ് അല്ലല്ലോ, അല്ല ബോട്ടേലാണ് കൊണ്ടുപോകുന്നു പറഞ്ഞേ. ഇവിടെ പുഴയിൽ കാണും, നോക്കാം നമുക്ക് എങ്ങനെയാണെന്ന്. അല്ലെങ്കിൽ ബോട്ടിൽ പോണ്ടി വരും അവിടെ. കയാക്കിങ് പറ്റില്ല. എന്ത് രസമല്ലേ, ബ്യൂട്ടിഫുൾ. ഇത് നമ്മുടെയാണോ ഈ മീനൊക്കെ? ഈ വെള്ളം മീൻ കെട്ടൊക്കെ? ഓക്കെ.
ഇവരുടെ മീൻ കൃഷി കേട്ടോ ഇത്. അപ്പോൾ ഇവിടുന്ന് തന്നെയാണല്ലേ നിങ്ങൾ ഫിഷൊക്കെ എടുക്കുന്നത്? കരിമീനൊക്കെ എത്താറായി അല്ലേ? അങ്ങനെ വരമ്പ് എത്താറായി, വരമ്പ് റെസ്റ്റോറൻറ്റ്. ഇതൊരു കുട്ടനാടിൻ്റെ ഒരു ആംബിയൻസ് ആണ് അല്ലേ? ഏകദേശം അങ്ങനെ ചുറ്റും വെള്ളവും ഒക്കെ. എല്ലാ കിളികളും ചേക്കേറുന്ന സമയമല്ലേ? തിരിച്ച് സൺസെറ്റ് ആകാറായല്ലോ, വീട്ടിൽ കയറുക. ഓ രക്ഷപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല, സ്മൂത്ത്. ഇനി വരമ്പത്തേക്ക് നടക്കും. ഇതാ ഓർണമെൻ്റൽ ചെടിയല്ലേ അതിവിടെ നിൽക്കുന്നത്? ലൈറ്റ്സൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ബ്യൂട്ടിഫുൾ ആംബിയൻസ്. യെസ്, വരമ്പത്തേക്ക് കയറുകയാണ്. എൻട്രൻസ് നല്ല ബോഗൻവില്ലയൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കുറേ ഹാങ്ങിങ് ലൈറ്റ്സ്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ആംബിയൻസ്. ഇതല്ലേ? ഓക്കെ, ഹലോ. ഓക്കെ, ഹായ്. എല്ലാം ഫാമിലി ആണല്ലോ അല്ലേ മൊത്തത്തിൽ? നല്ല പോഷാണ്, നല്ല എന്താ പറയുക, ആ റസ്റ്റിക് സെറ്റിങ്ങിൽ നല്ല പോഷായിട്ട് ഉള്ളൊരു ആംബിയൻസ്. നൈസ്. വെൽക്കം ഡ്രിങ്ക് ലൈം ജ്യൂസ്. നമ്മൾ കവർ കാണുന്നതിനെ കുറിച്ചുള്ള ഡിസ്കഷനിലാണ്, എങ്ങനെ പോകും, ഏത് ഭാഗത്ത്. ഇവരുടെ സൈഡിലും കവർ വരും എന്ന് പറഞ്ഞേ. പക്ഷേ കയാക്കിങ് ആ ടൈപ്പ് ഓഫ് ഇതിനകത്ത് കയറണം, അല്ലെങ്കിൽ ചെറിയ വെള്ളം, അതൊക്കെ എനിക്ക് കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പോകണം. 10:30 ശേഷം തിരിച്ച് പോകണ വഴിക്ക് നോക്കാം. ഇത് കാളാഞ്ചി മാംഗോ കറി. ഓക്കെ, കാളാഞ്ചി മാംഗോ കറി നോക്കിയാൽ അതിൻ്റെ ഒരു ചട്ടിയിലാണ് സെർവ് ചെയ്യണത്. കാളാഞ്ചി എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല മീനാണ്. ഇത് കരിമീനാണോ? കരിമീൻ വാഴയിൽ പൊള്ളിച്ചത്. രണ്ടാണോ? ഓ മൈ ഗോഡ്. കൊഞ്ചുമാ. ഇതെന്താപ്പാ? നല്ല ബ്യൂട്ടിഫുൾ ഇതിങ്ങനെ സെർവ് ചെയ്യുന്ന ചട്ടിയിൽ തന്നെ നല്ല രസമായിട്ടാണ് സെർവ് ചെയ്യുന്നത്. ഇത് പാലുകറി, ചെമ്മീൻ പാലുകറി. നോക്കിയത് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നത് ചട്ടിയിൽ തന്നെ. ഇത് നോക്കി, ഹോട്ട്. ഇതാണ് ഇവരുടെ സ്പെഷ്യലായിട്ടോ, കപ്പപ്പുട്ട്. യെസ്, അതൊക്കെ ഫേമസ് കാര്യങ്ങളാണ് വരുന്നത് ഈ വരമ്പ് എന്നുള്ള റെസ്റ്റോറൻറ്റ്. കരിമീൻ ഇലയിൽ പൊള്ളിച്ചത്. അങ്ങനെ പൂ പോലത്തെ അപ്പം. എന്താ അല്ലേ ആംബിയൻസ്. ഒരു സീ ഫുഡ്, ഒരു ഫീസ്റ്റ് തന്നെ എന്ന് പറയാം. കപ്പപ്പുട്ടും അടിപൊളി. അപ്പോൾ ഡക്ക് റോസ്റ്റ് വന്നു, ബീഫ് പുഴുങ്ങിയത്, അത് ഇവിടുത്തെ സ്പെഷ്യലാണ്. ടൈഗർ പ്രോൺസ് ഇപ്പോൾ വരും. അതും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫീസ്റ്റ് പൂർത്തിയാകും. ഒരുപാട് ഐറ്റം. ഇത് ഇവിടുത്തെ ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ, ഈ ബീഫ് പുഴുങ്ങിയത്. അത് ഭയങ്കര ഡെലിക്കസി ആയിട്ട് എല്ലാവരും കഴിക്കുന്നത്. ഞാൻ ബീഫ് കഴിക്കുന്നില്ലെങ്കിലും കാണിക്കണമല്ലോ നിങ്ങളെ. ഇതിൽ ഒരുപാട് ബീഫ് ലവേഴ്സ് ഉണ്ടാവുമല്ലോ. അതേ നോക്കിയാൽ ഇതിലിങ്ങനെ മുളക് പൊടി അങ്ങനെയൊന്നുമല്ല, ഇത് വേറൊരു മെത്തേഡ് ഓഫ് കുക്കിങ്ങാണ്. ഓക്കെ, ടൈഗർ പ്രോൺസ് ഫ്രൈ അങ്ങനെ ഗംഭീരമായിരിക്കുന്നു. കാഴ്ചയിൽ തന്നെ അടിപൊളി. എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയില്ല. ടു മെനി തിങ്സ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം ഒരു സീ ഫുഡ് ലവറിന് വേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. പ്ലസ് താറാവ് ഓഫ് കോഴ്സ്. ഇങ്ങനത്തെ ഒരു സ്ഥലമാകുമ്പോൾ ഇത് എറണാകുളം ജില്ലയുടെ ഏറ്റവും എൻഡ് പോർഷനാണെന്നാണ് പറഞ്ഞത്. ഇത് കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ താറാവും ഒക്കെ പ്രധാനമാണ്. പിന്നെ ഈ ബീഫ് ഇവരുടെ വലിയ സ്പെഷ്യലാണ്, ബീഫ് പുഴുങ്ങിയത്. ഓക്കെ, കണ്ടിട്ട് നല്ല രസമുണ്ട്. ഞാൻ കഴിക്കില്ല എന്നുള്ളതുകൊണ്ട്. ഇത് ബീഫിൻ്റെ തന്നെ ഫാറ്റാണ് കേട്ടോ, നല്ല ഓയിലൊക്കെ ഇങ്ങനെ പൊങ്ങി. ഇതെല്ലാം കൂടി വേവിക്കുന്നതാണ് അല്ലേ? കുരുമുളകും ഇഞ്ചി വെളുത്തുള്ളി ഗരം മസാല. മുളക് പൊടി എന്നുള്ള പരിപാടിയില്ല, നത്തിങ്. ഓക്കെ, ആൻഡ് എല്ലാം കൂടി വേവിച്ച് എടുക്കുന്നതാണ് ഈ മീൻ, എന്താ പറയുക, ബീഫ് വേവിച്ചത്.
എൻ്റെ തുടങ്ങാം. എവിടെ നിന്ന് തുടങ്ങണം? കഴിച്ചു തുടങ്ങാം. അപ്പോൾ എനിക്ക് ഇച്ചിരി സെർവ് ചെയ്ത് തരുന്നതായിരിക്കും നല്ലത്. തുടങ്ങുന്നത് എങ്ങനെ തുടങ്ങണം? ആദ്യം അപ്പത്തിൽ നിന്ന് തുടങ്ങണോ? ആദ്യം അപ്പവും ഡക്കും കൂടെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഡക്ക് ഇവിടുത്തെ നാടൻ ഡക്കാണോ? ഡക്ക് റോസ്റ്റ് വിത്ത് അപ്പം. സൂപ്പർ കോംബോ ആണ് ഇങ്ങനെ ഈ ഒരു കോമ്പിനേഷൻ. ഇതുകൂടെ കുറച്ച് പാൽക്കൊഞ്ച് കൂടെ ഇട്ടിട്ടെ അപ്പത്തിൻ്റെ കൂടെ നല്ല പെപ്പറിൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കുരുമുളകിൻ്റെ ഡക്കിൽ സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. നാടൻ ഡക്കാണ്, പക്ഷേ കുക്കറിലൊക്കെ വേവിച്ചതുകൊണ്ട് നല്ല വെന്തിട്ടുണ്ട്. ഇത് കൊഞ്ച് പാൽക്കറി, പാൽക്കൊഞ്ച്. ഓക്കെ, ഇത് അപ്പത്തിൻ്റെ നല്ല കോംബോ ആണ്. അയ്യോ അടിപൊളി. ഹോട്ട് ഹോട്ട്. അതിങ്ങനെ ചട്ടിയിലിരുന്ന് തന്നെ തിളച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. വിത്ത് ചട്ടിയാണോ അത് അടുപ്പിൽ വെക്കുന്നത്? ഇല ഇട്ടിട്ട്? ഓക്കെ ഓക്കെ. അടിപൊളി കേട്ടോ, ഗംഭീരം, ഒന്നും പറയാനില്ല. ഗംഭീരം, തനി നാടൻ. നല്ല ആസ്വാദനമാണ്, നന്നായിട്ട് കഴിക്കുന്നുണ്ട്. വെരി നൈസ്. നിങ്ങളുടെ ഡക്കിനെ കുറിച്ച് ഓൾറെഡി കേട്ടു കഴിഞ്ഞു. ഡക്ക് റോസ്റ്റ് ഭയങ്കര നല്ലതാണ്. ഇവിടുത്തെ കപ്പപ്പുട്ട്, ഡക്ക് റോസ്റ്റ്, ഇതൊക്കെ ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റമൊക്കെ വന്നിട്ടുണ്ട്. ബീഫ് വേവിച്ചത്, പുഴുങ്ങിയതെന്ന് പറയല്ലേ? ബീഫ് പുഴുങ്ങിയത്. കുറേ സെലിബ്രിറ്റീസൊക്കെ ഇവിടെ സ്ഥിരം വരുന്നുണ്ട്. അല്ല, ഏറ്റവും വലിയ സെലിബ്രിറ്റിയാണ് മഞ്ജു വാര്യർ. പിന്നെ കൂടെ കുറേ ആൾക്കാർ. അയ്യോ, എന്തായാലും ഭയങ്കര നല്ല ഫുഡ്, നല്ല ആംബിയൻസ്, നല്ല ഹോസ്പിറ്റാലിറ്റി. അങ്ങനെ കപ്പപ്പുട്ട് കഴിക്കാം അല്ലേ? ഇതാണ് ഇവിടുത്തെ കപ്പപ്പുട്ട്. ഫിഷ് കറി. യെസ്, ഇത് കാളാഞ്ചി അല്ലേ? കാളാഞ്ചി മാംഗോ കറി. അത്രയും മതി. ഓക്കെ, കറക്റ്റ്. താങ്ക് യു. മതി. യെസ്, ഇത് ഭയങ്കര കോംബോ ആണ് കേട്ടോ. കപ്പ വിത്ത് കാളാഞ്ചി കറി. ഗംഭീരം. വെരി ടേസ്റ്റി. കാളാഞ്ചി എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു മീനാണ് അല്ലേ? സോഫ്റ്റാണ്. ഇവിടെ വളർത്തുന്നുണ്ട്. ഇവർക്ക് ഫിഷിൻ്റെ കൃഷിയുണ്ട് കേട്ടോ. നമ്മൾ വന്ന വഴിക്കുണ്ടല്ലോ, കുറച്ച് പെട്ടെന്ന് സൺസെറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് റഷ് ചെയ്തത്. അല്ലെങ്കിൽ അതും കൂടി കണ്ടിട്ട് കയറായിരുന്നു. അപ്പോൾ ഇവർ തന്നെ കൃഷി ചെയ്യുന്ന കാളാഞ്ചി ഫ്രഷ് ഫിഷിൻ്റെ പീസ് അങ്ങനെ തന്നെ കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് നല്ല എന്താ പറയുക, ഫ്രഷ് ആൻഡ് സോഫ്റ്റ്. ഇനി ഇതിൽ ഇത് മാത്രമുണ്ട് അല്ലേ? ടൈഗർ പ്രോൺസ്. നല്ല മസാല. ഇത് നിങ്ങൾക്കുണ്ടോ കൃഷി? ഇല്ല, പക്ഷെ നമുക്ക് ഇവിടെ അടുത്തൊക്കെ ഇത് കിട്ടും. ഡയറക്റ്റ് അവിടെ നമ്മൾ കളക്ട് ചെയ്യുക. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുമല്ലോ. അതുപോലെ പ്രോൺസ് ആയാലും നമുക്ക് പരിചയമുള്ള ആളുകളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഡെയിലി കളക്ട് ചെയ്യുക. സീ ഫുഡോ അടിപൊളി. താറാവും അതുപോലെ തന്നെയാണോ? നമുക്ക് അടുത്തറിയാവുന്ന കുറച്ച് ഫാമോ എല്ലാം നമ്മൾ ലോക്കലിൽ തന്നെ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഗംഭീരം. ടൈഗർ പ്രോൺസും ടു ഗുഡ്. എന്താ നല്ല ഡിന്നറാ. ഇനി ഇതെല്ലാം കഴിച്ച് വിശാലമായിട്ട് ഇവിടെ ഇരുന്നിട്ട് അവർ കാണാൻ പറ്റുമെന്ന് നമ്മൾ നോക്കും. ഈ ഭാഗത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ വേറൊരു ഏരിയയിൽ പോകും. എന്തായാലും വന്നതുപോലെ തന്നെ വള്ളത്തെ കയറിയാണ് നമ്മൾ തിരിച്ചു പോകേണ്ടത്. അത് രാത്രി രസമായിരിക്കും. ഇപ്പം ഗംഭീരമായിരുന്നു.
ഇനി ഗസ്റ്റുകൾ വരാനുണ്ടല്ലേ രാത്രി? കുറേ ആൾക്കാർ വരുന്നതാണ്. നമ്മൾ ഇന്നലെ ക്ലോസ് ചെയ്തപ്പോഴേക്കും മോർണിംഗ് ഒരു 6 മണി ഞങ്ങൾ. ആണോ? രാവിലെ വരെ ഉണ്ടായിരുന്ന ആള് 6 o'clock വരെ കയാക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓഹോ. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ എങ്ങനെയുണ്ട് കാര്യങ്ങളെന്നൊക്കെ. ഗംഭീരമാണ്. മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണെന്ന് ഞാൻ പറയും. ഇതിൻ്റെ ആംബിയൻസ്, നല്ല ഫുഡ്, നല്ല ഹോസ്പിറ്റാലിറ്റി, പിന്നെ വരാനോ ആ ഒരു വഴിയും ഇങ്ങനെ വരുന്നതും ഒക്കെ ഭയങ്കര രസമാണ്. വേറൊരു ഫീലാണ്. നമ്മൾ എവിടെയാണെന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല. വേറൊരു സ്ഥലത്ത് വേറെ എവിടെയോ ആണെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു ആംബിയൻസ് ആയിട്ടോ. ബ്യൂട്ടിഫുൾ. വൈകുന്നേരം വരുന്നത് തന്നെയാണ് നല്ലതല്ലേ? ഈവനിങ്. നമ്മൾ 5 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓ അത് ശരി. ഓക്കെ, 5 മണി തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം തന്നെ വരുന്നതാണ് നല്ല. അപ്പോൾ ആ സൺസെറ്റ് എല്ലാം കാണാം. ഓ, ഒരു ഭയങ്കര വൗ ഫീലിംഗ്. കഴിച്ചു നോക്കാം. അങ്ങനെ വരുമ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങുകയാണ്. 9 മണിയായി രാത്രി. പക്ഷെ എന്ത് രസമുള്ള ആംബിയൻസ് അറിയോ. ഇനി തിരിച്ച് അതേപോലെ വെള്ളത്തിലാണ് പോകുന്നത്. അപ്പോൾ കവര് കാണണമെന്നുണ്ടെങ്കിൽ രാത്രി 1 മണി വരെയൊക്കെ നിന്നാലേ കറക്റ്റ് കിട്ടുള്ളൂ. പക്ഷേ ഈ പോകുന്ന വഴിക്ക് നമുക്ക് ബോട്ട് നിർത്തി തരാം. അത് കാണുന്ന ചില സ്പോട്ട്സ് ഉണ്ട്. പറ്റുന്ന പോലെ നമുക്ക് കാണാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് 1 മണി വരെ നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാൻ വിചാരിച്ചു പോകുന്ന വഴിക്ക്. അപ്പോൾ ഇനി ഇരുട്ടത്ത് വെള്ളത്തിൽ നമ്മൾ പോകാൻ പോകും. ഓക്കെ, എനിക്കൊന്നും കാണാൻ വയ്യ. ഫുൾ ഇരുട്ടാണ്. വെള്ളത്തിൽ കയറുന്നു. അന്ധകാരം. എന്തൊക്കെയോ ഇരുട്ടത്ത് കാണാം, അത്രേ ഉള്ളൂ. രാത്രി വൈകുന്നേരം വരുമ്പോൾ റെസ്റ്റോറൻറ്റിൽ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു. അവിടെ ആൾക്കാർ നല്ല എന്താ പറയുക, നല്ല വൈബായിട്ടിരിക്കുകയാണ് രാത്രി. ഫുള്ളൊക്കെ ഫുഡൊക്കെ കഴിച്ച്, കൂടുതൽ ലേഡീസ് ആൻഡ് ഫാമിലി. അടിപൊളി. ഇനി നമുക്കിങ്ങനെ പോകാം. വള്ളത്തിൽ അവരുടെ അച്ഛൻ തന്നെയാണ് വള്ളം ഓടിക്കുന്നത്, വള്ളം തുഴയുന്നത്. പുള്ളി വെയിറ്റ് ചെയ്യുക. തലയിലൊരു ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മള് ഇത്ര ദൂരെ ആയതുകൊണ്ടാണ് നമുക്ക് കിട്ടാത്തത്. ഓ അത് ശരി. നമുക്ക് കിട്ടും അല്ലേ? എവിടെ ചവിട്ടട്ടെ? നേരെ കാലഘട്ടത്തിൽ. അപ്പോൾ നമ്മൾ വള്ളത്തിൽ യാത്ര തുടങ്ങി. ഇത് നോക്കിയേ, എന്താ അല്ലേ. ഇവിടുത്തെ ചീന വലകളിലെല്ലാം ലൈറ്റ് ഉണ്ട്. രാത്രി ലൈറ്റ് ഇട്ടിട്ട് ചെമ്മീനെ പറ്റിച്ച് പിടിക്കുന്ന പരിപാടിയാണെന്നാണ് പറയുന്നത്. ഈ ലൈറ്റിലേക്ക് ഈയാമ്പാറ്റകൾ വന്ന് വീഴുന്ന പോലെയാണ് ചെമ്മീനെ ഈ ലൈറ്റ് കണ്ടിട്ട് പിന്നെ ചീന വലയുടെ ഭാഗത്തേക്ക് വരുന്നത്. അപ്പോൾ വലയിൽ കുരുങ്ങും. അപ്പോൾ രാവിലെ ആകുമ്പോൾ അവരെല്ലാം പിടിക്കും. അപ്പോൾ ഇതിപ്പോൾ നമ്മളിങ്ങനെ പോകണു വള്ളത്തിൽ. ഈ കവര് കാണാൻ പറ്റുമോ എന്നുള്ളൊരു തോട്ടുണ്ട് പോകുന്ന വഴിക്ക്. അങ്ങനെയുള്ള സ്പോട്ട് വഴി നമ്മൾ പോകുമല്ലേ? നോക്കാം. അയ്യോ, എനിക്ക് ചുറ്റും ഫുള്ള് ഡാർക്കാട്ടോ. വെള്ളമൊക്കെ വളരെ സ്റ്റില്ലായി കിടക്കുന്നു. നൈസ്. ഈ ആൾക്കാരെല്ലാം ഇനി തിരിച്ചതുപോലെ വള്ളത്തിൽ കൊണ്ടുപോകണം അല്ലേ? നല്ല ജോലിയാണല്ലോ. രാത്രി വെളുപ്പാങ്കാലം വരെ ആൾക്കാരുണ്ടാവും അല്ലേ? രാവിലെ 6 മണി വരെ ആൾക്കാരുണ്ടാവുമെന്ന് പറയുന്നത്. ഇപ്പം തന്നെ രാത്രി ഒരുപാട് ആൾക്കാർ. നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഫുള്ളായിട്ടിരിക്കുക. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് രസമായിട്ടിരിക്കണം. ഓക്കെ. മീനാണോ ഈ ശബ്ദം കേൾക്കുന്നത്? ഓളം അടിക്കുന്ന ഈ വള്ളത്തിൻ്റെ സൈഡിൽ. ഓക്കെ. ലൈറ്റ് ഓഫ് ചെയ്യും. ഇനി ലൈറ്റ് ഓഫ് ചെയ്യാം. ഓക്കെ, ഇനി കുറച്ച് നേരത്തേക്ക് മിണ്ടാതിരിക്കാം. എന്നിട്ട് നമുക്ക് ആ സ്ഥലം എത്തുമ്പോൾ കവരുണ്ട്. ഉണ്ടോ? അതേ നോക്ക്. അനക്കരുതല്ലേ? അതേ കണ്ടോ? ഇത് നോക്കട്ടെ. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ കവര്. നോക്കട്ടെ. കിട്ടുന്നുണ്ട്. യെസ്, ദേ കവര് കണ്ടു തുടങ്ങി. നോക്കി. അമ്മ അടിപൊളി. ബ്ലൂ ലൈറ്റ് വെള്ളത്തിലാട്ടോ. ഈ ഇലക്ട്രിക് മറ്റേ എന്തോ ഒരു വ്യത്യാസം. അയ്യോ, നേരത്തെ നമ്മൾ കണ്ടില്ലേ? ഇപ്പം ഇല്ല, ഈ ഭാഗത്തില്ല. കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ കിട്ടുമായിരിക്കും. ഓ, ആൽഗയാണോ ഇത്? ഓ, ഇതൊരു ടൈപ്പ് ഓഫ് ആൽഗയാണ്. ഓക്കെ, ഇവിടെ ഉണ്ട്.
അയ്യോ ദേ കളർ കണ്ടോ, ബ്ലൂ കളറ്. ഇതൊരു തരം ആൽഗയാന്നാണ് പറയുന്നത്, വെള്ളത്തിൽ വരുന്നത്, വെള്ളത്തിൻ്റെ മേളിൽ ഇങ്ങനെ ഒരു പാടമാതിരി. അതിങ്ങനെ ഇളക്കുമ്പോൾ 2 ടൈപ്പ് കവറുണ്ട്. ഇതിങ്ങനെ മേളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യും. എൻ്റെ കൈ കാണില്ല, പക്ഷെ കൈ കാണാൻ പറ്റില്ല അതല്ലേ. ഹായ് നോക്കൂ കയ്യില് വന്നു. കയ്യില് കിട്ടുന്നുണ്ട്. അയ്യ എൻ്റെ കയ്യില് വന്നല്ലോ, ഒന്നും കിട്ടുന്നില്ലല്ലോ. നോക്കോളൂ എൻ്റെ കയ്യിൽ കണ്ടോ. അയ്യ കാണാം. വാ നോക്കേ. ഹായ് കൊള്ളാമോ? അടിപൊളി. കവര നോക്കൂ. മൈ ഹാൻഡ്സ്. അമ്മോ, ഞാനിങ്ങനെ കമന്ന് കിടന്ന് ചെയ്യണം, അവസാനം വള്ളത്തിൽ താഴെ പോരും. ഇത് കണ്ടോ എന്ത് രസമുണ്ട്. ഐ എം സോ എക്സൈറ്റഡ്. വള്ളത്തിലിങ്ങനെ കമന്ന് കിടക്കുക. ഇങ്ങനെ കൈ വെച്ചിട്ട് പിടിക്കാൻ നോക്കാം കവറിനെ. ലൈറ്റ് ഓഫ് ചെയ്താലേ കിട്ടുള്ളൂ. നമ്മൾ ലൈറ്റ് ഇട്ടിട്ട് കാണിക്കുന്നത് ഇതൊക്കെ, പക്ഷേ ലൈറ്റ് കട്ട് ചെയ്യണോ. കവറാണെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്യണം. ഓക്കെ, എൻ്റെ കൈ മാത്രമേ കാണുള്ളൂ. കവറിൻ്റെ ആ ഒരു ബ്ലൂ ലൈറ്റ് കാണാം. ഓക്കെ, നീല വെളിച്ചം ഹലോ. ഓ നോക്കിയാ. ഓ എന്ത് ഭംഗിയാ ഉണ്ടല്ലേ. ഓക്കെ ഹായ്. അതെ നോക്കിയേക്കോ. ഐ എം സോ എക്സൈറ്റഡ്. കണ്ടോ അതെ, കാണുന്നുണ്ടോ കവര്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫീലിംഗ്. നമുക്കിങ്ങനെ കൈ കൊണ്ടിങ്ങനെ. ഓ വാവ്, ഞാൻ കോളം കലക്കുന്നു. ഇനി അതാണ് എല്ലാവരും എൻ്റെ പുറകെ വന്നത്, അല്ലെങ്കിൽ ആർക്കും അറിയില്ല. കുമ്പളങ്ങി നൈറ്റ്സിലല്ലേ, ആ സിനിമയിലാണ് ഇത് ഫസ്റ്റ് ടൈം ഇത് കാണിക്കുന്നത്. അതിനുശേഷമാണ് എല്ലാവരും കവരന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയത്. ആണല്ലേ. ഇതിപ്പോ ഏത് മാസങ്ങളിലാണ് ഈ കവര് വരുന്നത്? മാർച്ച് ഏപ്രിൽ മെയ്. ഓക്കെ, മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഇതുള്ളത്. ഇവിടെ രാത്രി ഫുൾ ഹൗസ്ഫുൾ ആട്ടോ. ഇത് കാണാൻ വേണ്ടി ഇങ്ങനെ ആൾക്കാർ ആണല്ലേ. ഓക്കെ, അങ്ങനെ കവര് കാണാൻ സാധിച്ചു, അത് തന്നെ ഒരു വലിയ കാര്യം. ഇങ്ങനെ പല ഭാഗത്തുണ്ട്, ഇതിന് സെപ്പറേറ്റ് സ്പോട്ട് ഉണ്ട്. നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് കാണുകയാണ്. ആ ഏരിയയിലൂടെ ഇങ്ങനെ ടച്ച് ചെയ്ത് പോകാം. ഇനി ഉണ്ടാവുമോ? ഓക്കെ, അടുത്ത സ്ഥലം നോക്കാം. നിലാവുള്ള രാത്രിയാണ്, പക്ഷെ ആ നിലാവിൻ്റെ മേലെ കുറച്ച് മേഘങ്ങൾ വന്ന് മറഞ്ഞ് നിൽക്കുകയാണ്. അതാണ് ഇച്ചിരി വെളിച്ചക്കുറവ്. പക്ഷെ ഇവിടെ ഈ എന്താ പറയുക, ചൈനീസ് നെറ്റിലൊക്കെ ലൈറ്റ് ഉണ്ട്. കുറേ ടൂറിസ്റ്റുകൾ നിൽക്കുന്നുണ്ട്, വാഹനമൊക്കെ പാർക്ക് ചെയ്തിട്ട് കവര് കാണാൻ. രാത്രി 1 മണി 2 മണി വരെയൊക്കെ ഇത് തന്നെ കാഴ്ച. 2 മണി 3 മണി വരെയൊക്കെ രാത്രി ഏറും തോറും ഈ കാഴ്ച കൂടി വരും. കളർ കൂടുന്ന പറയുന്നത്, ബ്രൈറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പം ചന്ദ്രൻ വെളിയിൽ വന്നു, മേഘത്തിൽ നിന്നും റിലീസായി. അപ്പോൾ ഇച്ചിരി കൂടെ വെളിച്ചം വന്നു പറയും. പിന്നെ നമുക്ക് ഇരുട്ടാ വേണ്ടത് അല്ലേ. കവര് കണ്ട് എൻജോയ് ചെയ്ത് പോകുന്ന വഴിക്കെല്ലാം കവറിനെ ഇങ്ങനെ ഇളക്കി. ഈ ലൈറ്റ് നമ്മൾ എക്സ്ട്രാ ലൈറ്റ് ഇട്ട് കാണുവാണ്, എന്നെ കാണാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാൻ പോകുന്നു, എന്നെ കാണണ്ട. കവര് കാണാൻ നമുക്ക് ഈ നിലാവിൻ്റെ വെളിച്ചത്തിൽ നിലാവ് പോലും വേണ്ടെന്നാണ് പറയുന്നത് കാണാൻ. ഇതിൻ്റെ ആ ഒരു തിളക്കം വെള്ളത്തിലാണല്ലോ അത് കാണുന്നത്. കണ്ടോ ആ കയ്യിൽ നോക്കൂ. എൻ്റെ കയ്യിൽ പറ്റും സർഫസിൽ. അതെ കയ്യിൽ കണ്ടോ. ഒരു ഇലക്ട്രിക് ലൈറ്റ്നിങ് പോലെയാണ്, ആകാശത്ത് നമ്മളെ മിന്നൽ കാണുന്ന പോലെ അല്ലേ. അടിപൊളി ലൈറ്റ്നിങ് ഇഫക്റ്റ്. സൈഡ് ഭാരം കൂടുതലാണ്. ഇഷ്ടംപോലെ ഉണ്ട്, ഇഷ്ടംപോലെ. ബ്യൂട്ടിഫുൾ സൈറ്റ്. നീല വെളിച്ചം, വെള്ളത്തിലെ നീല വെളിച്ചം, അതാണ് കവർ. നമ്മളിങ്ങനെ വിസ്മയം അത് തന്നെ.
വെള്ളത്തിലെ വിസ്മയമാണിത്. രാത്രി കാലങ്ങളിൽ വരുന്നതാണ്. കുമ്പളങ്ങി സൈഡിലാണ്